ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്ന് നമ്മൾ ധ്യാനിക്കുന്ന വചനം വിശുദ്ധ പൗലോസ് ലീഹ ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായം 14-ാം വാക്യം. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. വെളിപാടിൻ്റെ പുസ്തകം 12-ാം അധ്യായം 17-ാം വാക്യത്തിൽ നമുക്കിങ്ങനെ കാണാം: ദൈവകൽപ്പന കാക്കുന്നവരും അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് മണൽത്തിട്ടയിൽ ഇരിപ്പുറപ്പിച്ചു. സാത്താൻ നമുക്കെതിരെ ചെയ്യുന്ന യുദ്ധം എന്താണ്? അത് നമ്മെ എങ്ങനെയെങ്കിലും തിന്മയിലേക്ക് വലിച്ചിടുക എന്നത് മാത്രമാണ്. ഈ ഒരു ബോധ്യമൊന്നും നമുക്കില്ല. വെളിപാടിൻ്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ കാണുന്ന അഗ്നിമയനായ ഉഗ്രസർപ്പവും ഹവ്വയുടെ തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന സർപ്പവും അഗ്നിമയനായ ഉഗ്രസർപ്പവും നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: എങ്ങനെയെങ്കിലും ഈ വ്യക്തിയെ വലിച്ച് തിന്മയിലേക്ക് ഇടുക. ഇനി അത് ഉഗാണ്ടയിൽ നിന്ന് ഒരു വ്യക്തി കൊമ്പും ധരിച്ച് നമ്മളെ പാപം ചെയ്യിക്കാൻ പിശാച് പ്രേതത്തിൻ്റെ രൂപത്തിൽ, വിഗ്രഹങ്ങളുടെ രൂപത്തിൽ, പിന്നെ മറ്റു രൂപത്തിൽ, ഭൂതങ്ങളുടെ രൂപത്തിൽ നമ്മുടെ അടുത്തേക്ക് വരുന്നെന്നും വിചാരിക്കരുത്. വിശുദ്ധ മത്തായിയുടെ ശേഷം 10-ാം അധ്യായത്തിൽ 34 വാക്യങ്ങളിൽ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ തന്നെയായിരിക്കും നിങ്ങളുടെ ശത്രുക്കൾ. അതായത് നമ്മളുമായി ബന്ധപ്പെട്ട വ്യക്തിബന്ധങ്ങളിലൂടെ നമ്മളെ തിന്മയിലേക്ക് വലിച്ചിടാൻ ഒരു വ്യക്തി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയണം, അത് അഗ്നിമയനായ ഉഗ്ര സർപ്പവും അവൻ്റെ സന്തതിയുമാണ് അവനിലൂടെ പ്രവർത്തിക്കുന്നത് എന്നറിയണം. അല്ലാതെ സിമ്പിളാണെന്ന് വിചാരിക്കരുത്. നമ്മൾക്കുള്ള യുദ്ധം ഇതാണ്: ആ ദൈവകൽപ്പന കാക്കുന്നതിൽ നിന്ന് വലിച്ചങ്ങ് താഴേക്കിട്ടിട്ട് ദൈവകൽപ്പന ലംഘിച്ചിട്ട് പിതാവിൻ്റെ മുഖത്ത് നോക്കിയിട്ട് കളിയാക്കണം നമ്മളെ പ്രതി. നമുക്ക് വേണ്ടി ഒരു പുത്രനെ കുരിശി തറച്ച് കൊല്ലാൻ ഇതാ അവിടെ നിന്ന് വിട്ടു തന്നു. റോമക്കാട് 8:32 പറയുന്നു: ഇതാ നിങ്ങൾക്ക് വേണ്ടി സ്വപുത്രനെ പോലെ ഒഴിവാക്കാതെ നിങ്ങൾക്ക് വേണ്ടി നൽകിയവൻ സമസ്തവും നിങ്ങൾക്ക് വേണ്ടി നൽകാതിരിക്കുമോ? ഒരു പുത്രനെ നമുക്ക് വേണ്ടി അങ്ങ് തന്നു. ആ പിതാവിനെ എങ്ങനെ വേദനിപ്പിക്കാൻ പറ്റും? നമ്മളെ കൊണ്ട് തിന്മ ചെയ്യിപ്പിച്ച് തിന്മയിലേക്ക് നമ്മളെ വലിച്ചിട്ടിട്ട് വേദനിപ്പിക്കാൻ പറ്റും. ഏതൊരു വ്യക്തിയും നിങ്ങളറിയണം, ഇതാ ഹവ്വയുടെ അടുത്ത് വരുന്ന സാത്താനെ അറിയണം. ആദ്യം എങ്ങനെയാണ് വരുന്നത്? ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അത് ചെയ്യിപ്പിച്ചുകൊണ്ടാണ് സാത്താൻ വരുന്നത്. നിങ്ങൾ ഓരോരുത്തരും അറിയണം, ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായിട്ട് നശിക്കും. ചെറിയ കാര്യങ്ങളിലൂടെയാണ് സാത്താൻ പ്രവർത്തിക്കുക, അല്ലാതെ വലിയ തെറ്റ് ചെയ്യാൻ ഒരിക്കലും നമ്മളെ അവൻ പ്രേരിപ്പിക്കില്ല. ചെറിയ 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 തെറ്റുകളിലൂടെ അനേകരുടെ പൂർണ്ണ വിശുദ്ധി നഷ്ടപ്പെടും. അതാണ് അല്പം പുളിപ്പ് മുഴുവൻ മാവിനെ പുളിപ്പിക്കുന്നു. അല്പാൽപ്പം ഇതാ ചെറിയ കാര്യങ്ങൾ. പ്രഭാഷണ പുസ്തകം 19-ാം അധ്യായത്തിൽ കാണാം: ചെറിയ കാര്യങ്ങൾ അവഗണിക്കുന്നവൻ അല്പാൽപമായിട്ട് നശിക്കും. അല്പാൽപമായിട്ട് നശിക്കും. അനേകം കൃപകൾ ഒരു സെക്കൻഡുകൾ കൊണ്ട് ചെറിയ ചെറിയ അനേകം തെറ്റുകളിലൂടെ നമ്മളിൽ നിന്ന് വീണുപോകും, വിട്ടുപോകും. ഇത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു വ്യക്തി ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരുടെയും കയ്യിൽ ഫോണും വാട്സപ്പും നെറ്റും ഒക്കെ ഉണ്ട്. ഒരു ഹായ് അടിച്ചു, തിരിച്ച് അങ്ങോട്ട് ഹായ് അടിച്ചു. ഒരു ചെറിയൊരു തെറ്റാണോ? അത് തെറ്റാന്ന് നമ്മൾ പറയില്ല. അതിനെന്താ, അത് ജസ്റ്റ് എ ഫ്രണ്ട്. അതങ്ങ് പോയി 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 അവരടുത്ത് വന്ന സാത്താനെ നിങ്ങൾ നോക്കണം. ഈ പഴം ഭക്ഷിക്കരുതെന്ന് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ സംസാരത്തിലൂടെ ആരംഭിക്കും സാത്താൻ. സംസാരത്തിലൂടെ ആരംഭിച്ച് പിന്നെ അതങ്ങ് ദൈവം എന്ത് ചെയ്യരുതെന്ന് പറഞ്ഞോ അതാണ് ദൈവകൽപ്പനകൾ. ചെയ്യരുതെന്ന് പറഞ്ഞതാണ് ദൈവകൽപ്പനകൾ. 10 കൽപ്പനകൾ നമുക്ക് ദൈവം തന്നിരിക്കുന്നു. ഈ കൽപ്പനകളെ അങ്ങ് ലംഘിക്കാൻ നമ്മളെ അങ്ങ് റെഡിയാക്കി എടുക്കും. അങ്ങനെ കൽപ്പനകൾ ലംഘിച്ചു കഴിയുമ്പോൾ നമ്മൾക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. സാത്താൻ പറയും, ഞാൻ പറുദീസയിൽ നിന്ന് പുറത്ത്, നീയും പറുദീസയിൽ നിന്ന് പുറത്ത്. നമ്മൾ വിചാരിക്കും, ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്, 6 മാസത്തിലൊരിക്കൽ ധ്യാനം കൂടുന്ന വ്യക്തിയാണ്, 6 മാസത്തിലൊരിക്കൽ ധ്യാനം കൂടുന്ന വ്യക്തിയാണ്, ഞാൻ വലിയ ആരാധന നടത്തുന്ന വ്യക്തിയാണ്, ഞാൻ വലിയ കൺവെൻഷൻ നടത്തുന്ന വ്യക്തി ആയിക്കോട്ടെ. അതല്ല ഏറ്റവും വലിയ ടോപ്പ്. അതിനേക്കാൾ വലിയ ടോപ്പൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഒരു തെറ്റ് ചെയ്തെന്ന് വിചാരിക്കുക, ദൈവകൽപ്പന ലംഘിച്ചു. എന്താണ് പിശാച് നമ്മുടെ അടുത്ത് പറയുക എന്നറിയാമോ? നീ കുർബാനയ്ക്ക് പോയിട്ടുണ്ടായിരിക്കാം, നീ ധ്യാനം നടത്തുന്നുണ്ടായിരിക്കാം, നീ വലിയ വലിയ സംഭവങ്ങളായിരിക്കാം, പക്ഷെ നീ ഇന്ന് ആരാധിച്ചത് എന്നെയാണ്. നീ നിൻ്റെ ദൈവത്തെ അല്ല ആരാധിച്ച്, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ നീ ആരാധിച്ചത് എന്നെയാണ്. അതുകൊണ്ട് ഞാനും എൻ്റെ മക്കളും എൻ്റെ കുട്ടികളും
എൻ്റെ കുട്ടികളുടെ കുട്ടികളെല്ലാവരും കൂടി വന്നിട്ടുണ്ട്. എവിടേക്ക്? നിൻ്റെ വീട്ടിലേക്ക്. പലർക്കും ഇത് അറിഞ്ഞുകൂടാ. എങ്ങനെയാണ് ജീവിതം കലങ്ങിപ്പോയതെന്ന്, എന്താണ് ജീവിതത്തിൻ്റെ കരിനിഴലായി തീർന്നതെന്ന്, തകർന്നു പോകുന്നതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. എവിടെ പിശാചിന് നമ്മൾ യെസ് പറയുന്നുവോ അവിടെ നമ്മൾ സാത്താനെ ആരാധിക്കണം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷത്തിൽ 4-ാം അധ്യായത്തിൽ സമരിയക്കാരിയോട് ഈശോ പറയുന്നുണ്ട്. എന്താ പറയുന്നത്? ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുന്നവരുണ്ടോ എന്നാണ് പിതാവ് അന്വേഷിക്കുന്നത്. എന്താ ആത്മാവിലും സത്യത്തിലും എന്നെ ആരാധിക്കുക എന്ന് പറഞ്ഞാൽ പിതാവ് പറഞ്ഞത് പൂർണ്ണമായിട്ടും അനുസരിക്കുകയും അവിടുത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പന പാലിക്കുന്നു. യോഹന്നാന്റെ ലേഖനത്തിൽ നിങ്ങൾക്ക് ഇങ്ങനെ കാണാം, കൽപ്പന പാലിക്കുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണമായിരിക്കുന്നു. അപ്പം കൽപ്പന പാലിപ്പിക്കാതിരിക്കുക എന്ന യുദ്ധമാണ് നമുക്കെതിരെയുള്ളത്. എന്തൊക്കെ സംഭവിക്കും? സാത്താൻ വന്നാൽ മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. അവൻ നമ്മളിൽ നിന്ന് ആദ്യം നമ്മുടെ ആത്മീയത മോഷ്ടിച്ചുകൊണ്ട് പോകും. ഇനി ആത്മീയതയല്ലേ പൊക്കോട്ടെ എന്ന് ആരും വിചാരിക്കേണ്ട. നമ്മുടെ കുടുംബത്തെ സമ്പത്ത്, നമ്മുടെ മക്കളുടെ അനുഗ്രഹം, നമ്മുടെ വിദ്യാഭ്യാസ മേഖല, നമ്മുടെ സാമ്പത്തിക മേഖല, നമ്മുടെ ആരോഗ്യം, ഇതെല്ലാം അങ്ങ് വരിവരിയായിട്ട് വെള്ളം ഒഴുകി പോകുന്ന പോലെ മോഷ്ടിച്ച് കൊന്ന് നശിപ്പിച്ച് എടുത്തിട്ടു. ഒന്നില്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ നിന്ന് പലതും മോഷ്ടിക്കപ്പെടും, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽ മരണങ്ങൾ. അതാണ് മോഷ്ടിക്കുക, കൊല്ലുക, നശിപ്പിക്കുക. നമ്മൾ പണിതുയർത്തിയത് പലതും നശിച്ചു പോകും. സോളമൻ വലിയൊരു ദേവാലയം പണിതു. സോളമൻ ഇതാ വലിയൊരു ദേവാലയം 40 സംവത്സരം എടുത്തു ഈ ജെറുസലേം ദേവാലയം പണിതിട്ട് പ്രതിഷ്ഠിക്കുന്നതിന് മുമ്പ് സോളമൻ കർത്താവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രാർത്ഥനയൊക്കെ കേട്ട ദൈവം പറയുന്ന ഒരു കാര്യമുണ്ട്. സോളമ, നീ പണിത ദേവാലയം മനോഹരമായിരിക്കുന്നു, പക്ഷെ നീ തെറ്റ് ചെയ്താൽ നീ പണിത ദേവാലയം ആ സ്ഥാനത്ത് ഉണ്ടായിരിക്കില്ല. ഇത് തന്നെയാണ് നമ്മളോടും കർത്താവ് പറയുന്നത്. നീ തെറ്റ് ചെയ്താൽ പിന്നെ നീ പണിതൊന്നും, അതാണ് മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനും കള്ളം വരുന്നത്. അതിപ്പോൾ സംഭവിച്ചൊന്നല്ല, പുതിയ നിയമത്തിലല്ല ഇത്, പഴയ നിയമത്തിലെല്ലാം ഇത് തന്നെ കാണാം. യോഹന്നാന്റെ സുവിശേഷം 10:10 പഴയ നിയമത്തിൽ നമുക്ക് കാണാം. സോളമനോട് കർത്താവ് നീ തെറ്റ് ചെയ്താൽ ആ ദേവാലയം അവിടെ നിന്ന് മാറ്റപ്പെടും. യൂദത്തിന്റെ പുസ്തകത്തിൽ നമുക്ക് കാണാം, തിന്മ ചെയ്തല്ലാതെ ഇസ്രായേലിനെ നശിപ്പിക്കുക സാധ്യമല്ല. ഇന്ന് നമ്മൾ ധ്യാനിച്ച വചനം ഏതാണ്? ഹൃദയശുദ്ധിയില്ലാത്ത ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ഈ പ്രാർത്ഥനയിലൂടെ എന്തെങ്കിലുമൊക്കെ അനുഗ്രഹം വേണമെന്നും നമ്മളുടെ ജീവിതത്തിൽ ആഗ്രഹമുണ്ടെങ്കിൽ പരിപൂർണ ഹൃദയശുദ്ധി നമ്മളിൽ ഉണ്ടായിരിക്കണം. അവിടെ നിന്ന് ഹായ് അടിച്ചോട് ഇങ്ങോട്ട് വീണ്ടും ഹായ് അടിച്ചു, പിന്നെ അങ്ങോട്ട് ഹായ് അടിച്ചു, പിന്നെ അവിടെ വർത്താനം പറയാൻ പോയി, പിന്നെ ഇവിടെ വർത്താനം പറയാൻ പോയി, പിന്നെ ആ തെറ്റ് ചെയ്യാൻ പോയി, പിന്നെ ഈ തെറ്റ് ചെയ്യാൻ പോയി, പിന്നെ കലഹിക്കാൻ പോയി, സഹോദരനെ വിഡ്ഢിയെന്ന് വിളിക്കുന്ന നരകാഗ്നിക്കിരയാകുന്നു. ഇതാ വിഗ്രഹാരാധന. നിങ്ങൾ ഓരോ ദൈവ പ്രമാണങ്ങളെ നോക്കുക. ഓരോ 10 പ്രമാണങ്ങൾ. ഞാനല്ലാതെ വേറെ ദേവന്മാർ നിനക്കുണ്ടാകരുത്. ജീവിതം തകർന്നു പോകുന്ന ഒന്നാണത്. വിഗ്രഹാരാധനയൊക്കെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നിങ്ങൾ നോക്കണം, നിങ്ങളുടെ കുടുംബത്തിലെ വലിയ കണ്ണുനീരിൻ്റെ കാരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന വിഗ്രഹാരാധനകൾ. കർത്താവിൻ്റെ നാമം വ്രതം ഉപയോഗിക്കരുത്, കർത്താവിൻ്റെ ദിവസം പരിശുമാചരിക്കണം, കർത്താവിൻ്റെ അഭിഷേകത്തിനെ തൊട്ടുപോകരുത്. ഞാൻ നിങ്ങൾക്ക് നൽകുന്ന ദേശത്ത് ദീർഘകാലം ജീവിച്ചിരിക്കാൻ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കണം. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം പറയരുത്, അന്യൻ്റെ ഭാര്യ മോഹിക്കരുത്. തിന്മകളിൽ നിന്ന് മാറി നിൽക്കുക. അകലെ നിന്ന് പ്രേതത്തിൻ്റെ രൂപത്തിലൊന്നല്ല സാത്താൻ വരിക. നമ്മളെ ചുറ്റുപാടുകളിൽ നിന്ന് നമ്മളെ തിന്മയിലേക്ക് നയിക്കാൻ ആര് പരിശ്രമിക്കുന്നുവോ, ദൈവ കൽപ്പന ലംഘിക്കാൻ ആര് നമ്മുടെ അടുത്തേക്ക് വരുന്നുവോ, ആര് ആണോ നമ്മളെ തിന്മയിലേക്ക്, കലഹത്തിലേക്ക്, കോപത്തിലേക്ക്, അശുദ്ധിയിലേക്ക് വലിച്ചടയ്ക്കുന്നുവോ അവരെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അവരുടെ പിന്നിൽ ഒരു അഗ്നിമയനായ ഉഗ്ര സർപ്പമുണ്ട് എന്നാണ് വചനം. ആത്മീയ വ്യക്തികളിൽ നിന്നും കർത്താവ് ആഗ്രഹിക്കുന്നത് അതിവിശുദ്ധമായ ആത്മീയതയാണ്. കർത്താവ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനാണ്? നിങ്ങളുടെ ശരീരം ദൈവത്തിൻ്റെ ആലയമാണ്. എല്ലാ ജനതകൾക്കും വേണ്ടിയുള്ള പ്രാർത്ഥനാലയമാണ്. പ്രാർത്ഥനാലയം എവിടെ കിടക്കണം? കിടക്കണം വഴിയോരത്ത് കിടക്കുകയാണ്. എഫെസോസ് 6:12 കർത്താവിൻ്റെ വചനം പറയുന്നു, ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അന്ധകാര യുഗത്തിൻ്റെ അധിപന്മാർക്കെതിരായിട്ടാണ് നിങ്ങൾ പടവെട്ടുന്നത്. ഈ ലോകത്തിലെ മാംസരക്തങ്ങൾക്കെതിരായിട്ടല്ല. ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അന്ധകാര യുഗത്തിൻ്റെ അധിപന്മാർ. നിങ്ങൾ വെറുതെ കലഹത്തിലേക്കും, അതുപോലെ നിങ്ങൾ ഇപ്പോൾ ഒരു അസ്വസ്ഥത നമ്മുടെ ജീവിതത്തിൽ കുടുംബത്തിലുണ്ടായി,
അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് അതങ്ങനെയല്ല എങ്ങനെയാണല്ലോ അങ്ങനെയാണെന്ന് പറയാൻ പോകണ്ട. കാരണം എന്താണ്? അല്ലെങ്കിൽ ഒരു കലഹം ഒരു കുടുംബത്തിൽ ആരംഭിക്കുകയാണ്, അതുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ പോകണ്ട. അല്ലെങ്കിൽ ഒരു അസ്വസ്ഥമായ ഒരു കാര്യം നമ്മൾ കണ്ടു, അതിനെക്കുറിച്ച് പറയാൻ പോകണ്ട. അത് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ പോകരുത്. കാരണം ആധിപത്യങ്ങൾ, അധികാരങ്ങൾ, അന്ധകാര യുഗത്തിൻ്റെ അധിപന്മാരുടെ പ്രവൃത്തികൾ നമ്മൾ ഷെയർ ചെയ്യാനുള്ളവരല്ല. നമ്മൾ കർത്താവിൻ്റെതാണ്. സകല കലഹത്തിനെയും തിന്മകളുടെയും എല്ലാത്തിൻ്റെയും പിന്നിൽ ഒരു ശക്തിയുണ്ട്. എല്ലാ അശുദ്ധിയുടെയും പിന്നിൽ, ഒരു തിന്മകളുടെ പിന്നിൽ, എല്ലാ തിന്മകളുടെയും പിന്നിൽ ഒരു വലിയ കരമുണ്ട്. എന്താണ് കരം? അതാണ് ആ ഹവ്വയുടെ അടുത്ത് വന്ന അതേ അഗ്നിമയനായ ഉഗ്രസർപ്പമാണത്. നമുക്കെതിരെ ടാർഗറ്റ് ഇട്ട് എങ്ങനെ തള്ളിയിടാം, എങ്ങനെ കുറച്ചെങ്കിലും അശുദ്ധമാക്കാം, എങ്ങനെ കുറച്ചെങ്കിലും ചെറിയൊരു കലഹത്തിലേക്കെങ്കിലും വലിച്ചടിക്കാം, എങ്ങനെ ചെറിയൊരു കോപത്തിലേക്ക് വലിച്ചടിക്കാം, എങ്ങനെ ഒരു ദുഷിച്ച വാക്ക് നമ്മളിൽ നിന്ന് വരുത്താം. ഇങ്ങനെ 24 മണിക്കൂറും നിങ്ങൾ നോക്കണം. നല്ല വിലപ്പിടിപ്പുള്ള സ്വർണം അല്ലെങ്കിൽ ഡയമണ്ട് എടുക്കാനല്ലേ കള്ളൻ വരുന്നത്. അല്ലാതെ അവിടെ ഒരു വിലയില്ലാത്തൊരു പാത്രം കള്ളന് വേണോ? കള്ളനത് വേണ്ട. ഒരു 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 സ്റ്റീലിൻ്റെ പാത്രം അവിടെ ഉണ്ട്, ഏതെങ്കിലും കള്ളൻ അത് എടുത്തിട്ട് പോകുമോ? ഇല്ല. അപ്പോൾ വിലപ്പിടിപ്പുള്ള ആത്മീയതയിൽ വിശുദ്ധി പാലിക്കുന്നത്, അതാണ് അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ച് പരിശുദ്ധ അമ്മയുടെ മക്കൾ, അതുപോലെ ദൈവകൽപ്പന കാക്കുന്നവർ. അവർക്കെതിരെ യുദ്ധം ചെയ്യാൻ 24 മണിക്കൂറും ഉന്നമിച്ച് നിൽക്കുന്ന ഒരു സൈന്യം നമ്മളുടെ ചുറ്റുമുണ്ട്. അത് നമ്മളെ കോപത്തിലേക്കും കലഹത്തിലേക്കും അശുദ്ധിയിലേക്കും ദുഷ്ടതയിലേക്കും തിന്മകളിലേക്കും എങ്ങനെയെങ്കിലും വലിച്ചടയ്ക്കുക. ഇപ്പം നിങ്ങൾ നോക്കി, നിങ്ങൾ വലിയൊരു ആത്മീയ വ്യക്തിയാണെങ്കിൽ വലിയൊരു ഡയമണ്ടാണ്, അത്രയും പ്രഷ്യസ് ആണ് ദൈവത്തിന് മുന്നിൽ നിങ്ങൾക്കുള്ള വില. ചെറിയൊരു കുറച്ചെങ്കിലും ഭാഗം നഷ്ടപ്പെട്ടാൽ ലക്ഷക്കണക്കിന് രൂപയുടെ ഡയമണ്ട് നഷ്ടപ്പെടില്ലേ? അപ്പോൾ സാത്താൻ ആരെയാണ് ഉന്നം വയ്ക്കുക? ഈ ആത്മീയ വിശുദ്ധിയിലും ആത്മീയതയിലും നിലനിൽക്കുന്നവരെയാണ് സാത്താൻ ടാർഗറ്റ് ഇടുക. ദൈവത്തിൽ നിന്നൊരു അനുഗ്രഹം നമുക്ക് വേണമെങ്കിൽ അറിയണം, ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും. യെശയ്യാ 59:1 എന്താണ്? നിന്റെ പാപങ്ങൾ എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നമ്മൾ പെട്ടെന്ന് വിചാരിക്കും വലിയ വലിയ തിന്മകളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഒരു വലിയ പാത്രം നിറച്ച് അനേകം കൃപയുണ്ട്, ഒരു പാത്രം നിറച്ച് വെള്ളമുണ്ട്, അതിൻ്റെ അടിയിൽ ചെറിയ ചെറിയ ദ്വാരങ്ങൾ. എന്തൊക്കെയാണ്? കുറ്റപ്പെടുത്തൽ, വിധിക്കൽ, കോപിക്കൽ, കലഹിക്കൽ. ബോഷ എന്ന് വിളിക്കുന്നവൻ ന്യായാധിപ സംഘത്തിന് മുന്നിൽ നിൽക്കേണ്ടി വരും. വിഡ്ഢി എന്ന് വിളിക്കുന്ന നരകാഗ്നിക്കരിയാകും. സഹോദരനോട് കോപിക്കുന്ന ന്യായവിധിക്ക് അർഹനാകും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:22. ഇതൊന്നും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. ദൈവകൽപ്പനകൾ 10 അത് വേറെ, അശുദ്ധിയും അങ്ങനത്തെ വേറെ കാര്യങ്ങൾ. ഇതെല്ലാത്തിലൂടെയും നമ്മളുടെ എല്ലാ അനുഗ്രഹവും പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെങ്ങനെ ദൈവത്തിലേക്ക് അടുക്കാതെ അകറ്റി നിർത്താമെന്നാണ് സാത്താൻ നോക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു ബുദ്ധിയില്ല, ബോധമില്ല. നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഒരു വശത്തോടെ കുറേ പ്രാർത്ഥിക്കും, നമ്മൾ ആ പ്രാർത്ഥനയില്ലേ അത് ചെയ്ത് ഉപവസിച്ചു, പക്ഷെ ഒരു അനുഗ്രഹമില്ല. കാരണം എന്താണ്? അതാണ് നിന്റെ പാപങ്ങൾ എന്നെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. ദൈവകൽപ്പന പാലിക്കുന്നവരും അവളുടെ സന്താനങ്ങളിൽ അവശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് മണൽത്തിട്ടയിൽ ഇരിപ്പുറപ്പിച്ചു. വെളിപാടിൻ്റെ പുസ്തകം 12:17. ദൈവത്തോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. റമക്കാട് പുസ്തകം 8:1 യേശു ക്രിസ്തുവിനോട് ഐക്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവിധിയില്ല. ഒരു ഐക്യത്തിലേക്ക് എല്ലാ തിന്മകളും പോയി കഴിയുമ്പോൾ, നമ്മുടെ ഉള്ളിൽ നിന്നെല്ലാം പോയി കഴിയുമ്പോൾ, നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളിൽ നിന്ന് പുറത്തേക്ക് വരും. അപ്പോൾ അത് വീണ്ടും നമ്മളത് എടുത്തു കളയണം, കുമ്പസാരിക്കണം. എന്നാൽ ഉള്ളിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഏതൊക്കെ സാഹചര്യം ഉണ്ടായാലും നമ്മളിൽ നിന്ന് അത് പുറത്തു വരില്ല. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 14:23 എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ കൽപ്പനകൾ പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും, ഞങ്ങൾ വന്ന് അവനിൽ വാസം ഉറപ്പിക്കും. അതാണ് യൂണിയൻ വിത്ത് ഗോഡ്, യൂണിയൻ വിത്ത് ഹോളി സ്പിരിറ്റ്. നമ്മുടെ ആത്മാവ് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് എന്ത് വരും? ഒരു ദൈവത്തോടുള്ളൊരു യൂണിയനും ഒരു സ്വസ്ത്രഗീതവും ആരംഭിക്കും. യൂണിയൻ, നിൻ്റെ പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നായി ചേരുക എന്നതാണ് ഓരോ ആത്മാവിൻ്റെയും സന്തോഷം. മുഖത്ത് വെച്ച് തന്നെ നമ്മുടെ ആത്മാവ് ദൈവത്തിനോട് ഒന്നായി ചേരും. മാർക്കോസിൻ്റെ സുവിശേഷം 7:21 നമുക്ക് കാണാം, നിങ്ങളുടെ ഉള്ളിൽ നിന്നാണ് തിന്മ വരുന്നത്, അത് നിങ്ങളെ അശുദ്ധനാക്കുന്നു. ഹൃദയത്തിൽ നിറച്ച് എന്തുണ്ടോ അത് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മുടെ ഉള്ളിൽ നിന്ന് എന്താണോ പുറത്തേക്ക് വരുന്നതെന്ന് നോക്കിയാൽ മതി. അതാണ് നമ്മുടെ ഉള്ളിൽ നിറച്ചുള്ളത്.
അപ്പോൾ അതിനെന്ത് ചെയ്യണം? അതിനെ പോയി കുമ്പസാരിച്ച് കഴുകി വിശുദ്ധീകരിക്കുക. ഇനി അതിപ്പോൾ ഉള്ളതൊന്നുമല്ല. ഏത് തിന്മ നിങ്ങളിലുണ്ടെങ്കിലും അത് ചെറുപ്പം മുതലേ ഉണ്ടാവും. അതാണ് മത്തായി സുവിശേഷം 12:42 മുതൽ വാക്യങ്ങളിൽ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്ന ഒരു വ്യക്തിയിലേക്ക് ആവസിക്കുന്നു. എന്നിട്ട് അശുദ്ധാത്മാവ് ഒരു വ്യക്തിയെ വിട്ടുപോയി കഴിയുമ്പോൾ അത് 7 പേരെ കൊണ്ടുവന്ന് ആ വ്യക്തിയുടെ ശരീരത്തിലേക്ക് വീണ്ടും ആവസിക്കും. ആ വ്യക്തിയുടെ അവസ്ഥ ദുഷിച്ചതായി വീണ്ടും മാറും. എന്നിട്ട് വീണ്ടും മോശമായി തീരുന്നു. എന്നിട്ട് കർത്താവ് പറയണം അതിൻ്റെ കാരണം എന്താ പറയുന്നത്? ഈ ദുഷിച്ച തലമുറയ്ക്ക് അത് തന്നെ സംഭവിക്കുന്നതാണ് ആ വചനത്തിൻ്റെ അവസാനം. ഈ ദുഷിച്ച തലമുറയ്ക്ക്, അതായത് ഹൃദയത്തിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മളിലുള്ളത് അത് സാത്താന് മനസ്സിലാവും. അതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കി ആ തിന്മയിലേക്ക് നമ്മളങ്ങ് വലിച്ചിടും. ഹൃദയത്തിൻ്റെ ഉള്ളിൽ കോപം ഉണ്ടെങ്കിൽ കോപിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നമ്മളെ വലിച്ചിടും. നമ്മൾ അശുദ്ധരാകുന്നു. ഇനി ഹൃദയത്തിൽ കോപം, കലഹം, ഭിന്നത, വ്യഭിചാരം, അശുദ്ധി, ദുർവൃത്തി, ഇങ്ങനെ എല്ലാം മാർക്കോസ് 7:20 നിങ്ങൾ വായിച്ചു നോക്കണം. എന്താണോ നമ്മുടെ ചെറുപ്പം മുതൽ നമ്മുടെ ഉള്ളിൽ വളർന്നു വന്നിട്ടുള്ള തിന്മകൾ, അത് സാത്താന് കാണാൻ പറ്റും നമ്മുടെ ഉള്ളിലുണ്ടെന്ന്. അതുമായി ബന്ധപ്പെട്ട ഒരു സാഹചര്യം അങ്ങ് ഉണ്ടാക്കും. എന്നിട്ട് അതിലേക്ക് അങ്ങ് വീണു പോകും. നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന നമ്മൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അതങ്ങ് ശാന്തമായിട്ടിരുന്ന് കർത്താവിന് മുന്നിൽ ഇരുന്നിട്ട്, ചെറുപ്പം മുതലേ ഈ തിന്മയുണ്ടായിരിക്കും, അതെടുത്ത് കളയണം. കർത്താവിന് മുന്നിലിരുന്ന് പരിശുദ്ധ കുർബാനയിലേക്കൊക്കെ സമർപ്പിച്ച് വചനത്തിലൂടെ പ്രാർത്ഥിച്ച് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ആ തിന്മ എടുത്തു കളഞ്ഞാൽ പിന്നെ ആ സാഹചര്യം ഉണ്ടായാലും നമ്മൾ അതിൽ വീഴില്ല. ഒരു മദ്യപാനത്തിൻ്റെ ആസക്തി ഉള്ള ഒരു വ്യക്തിക്ക് ഒരു ബോട്ടിൽ വീണ്ടും കണ്ടാൽ അവനിൽ ആ ടെംപ്റ്റേഷൻ വരും, അവൻ വീണ്ടും വീഴും. എന്നാൽ ആസക്തി ഇല്ലാത്ത ഒരു സ്ത്രീയെ സംബന്ധിച്ച് ഒരു ബോട്ടിൽ കണ്ടാൽ അവൾക്കൊന്നും തോന്നില്ല. അപ്പോൾ ഈ തിന്മ വരുന്നത് മറ്റുള്ളവരിൽ നിന്നാണെന്നൊന്നും ആരും കരുതരുത്. തിന്മയിലേക്ക് ഞാനിങ്ങനെ ഒരു തിന്മ ചെയ്യാൻ കാരണം ആ വ്യക്തിയാണ്, ഈ വ്യക്തിയാണെന്ന് ആരും പറയരുത്. മനുഷ്യൻ്റെ ഹൃദയത്തിൽ നിന്നാണ് തിന്മ വരുന്നത്. അതാണ് അവൻ അശുദ്ധനാക്കുന്നത്. ഹൃദയത്തിൻ്റെ ഉള്ളിൽ നിന്ന്, നിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ചെറുപ്പം മുതലേ അശുദ്ധിയുണ്ടോ സാത്താന് മനസ്സിലാവും. അതിപ്പൊന്നും ആരംഭിച്ചതല്ല. ഒരു തിന്മയും നമ്മളിലിപ്പോൾ ആരംഭിക്കുന്നതല്ല. നമ്മൾ ഏത് തിന്മയിലേക്ക് സന്തോഷത്തോടെ വഴുതി വീഴുന്നുണ്ടോ അറിയണം, അതിൻ്റെ പിന്നിൽ അഗ്നിമയനായ ഉഗ്രസർപ്പമാണ്. അതാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത്. ഹൃദയശുദ്ധിയുള്ളവൻ ദൈവത്തെ കാണും, ഹൃദയശുദ്ധി ഇല്ലാത്തവൻ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. ചെറുപ്പം മുതൽ കോപം ഉണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ വലിയൊരു ആത്മീയ വ്യക്തിയായിട്ട് അങ്ങ് ഉയർന്നു, വലിയ കൺവെൻഷൻ നടത്തുന്ന വ്യക്തിയായി. സാത്താൻ നോക്കാൻ വളർന്ന് 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 പാപം വെച്ചുകൊണ്ട് അങ്ങ് വളരുകയാണ്. അങ്ങനെ ഒരു വലിയ കോപത്തിൻ്റെ ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കും. സാത്താൻ ഉണ്ടാക്കുന്നു. എന്ത് സംഭവിക്കുന്നറിയോ? നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കോപമുണ്ട്, അതങ്ങ് പുറത്തേക്ക് വന്ന് നമ്മുടെ വായിൽ വരുന്ന തെറി മുഴുവൻ വിളിച്ച് പറഞ്ഞ് ലോകം മുഴുവൻ അത് കേട്ടു എന്ന് വിചാരിക്കുക. അവൻ്റെ ശുശ്രൂഷയുടെ പണി കഴിഞ്ഞില്ലേ? അതാണ് പറഞ്ഞേ, നമ്മളെ വലിച്ച് സാത്താൻ താഴേക്കിടും. അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തിന്മ എന്താണോ ഉള്ളത് അതിലേക്കാണ് വലിച്ചിടുക. ഇനി രണ്ടാമത്തെ കാര്യം, ആ തിന്മകൾ നമ്മൾ കണ്ണുകളടച്ച് ദൈവത്തിൻ്റെ മുന്നിലിരുന്ന് ചെറുപ്പം മുതലേ നമ്മളിലുള്ള തിന്മകളെ വചനം വെച്ചും പരിശുദ്ധ കുർബാനയിലൂടെയും എടുത്തു കളയുക. ഇത് 1 യോഹന്നാൻ 1:7 പറയണം, യേശുവിൻ്റെ രക്തം എല്ലാ പാപങ്ങളും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമ്മൾ ഈ തിന്മകളും വെച്ചുകൊണ്ട് വളരരുത്. സോളമനോട് കർത്താവ് പറഞ്ഞ് നമ്മൾ ഓർക്കണം, സോളമ, നീ തിന്മ ചെയ്താൽ നീ പണിത ദേവാലയം അതിൻ്റെ സ്ഥാനത്ത് നിന്ന് നീക്കപ്പെടും. നിങ്ങൾ ഈ വചനം കേൾക്കുന്നവരറിയണം, നിങ്ങൾ തിന്മ ചെയ്താൽ നിങ്ങളുടെ കുടുംബത്തിലെ സന്തോഷം, സമാധാനം, വിദ്യാഭ്യാസം, അനുഗ്രഹങ്ങൾ, സാമ്പത്തിക അനുഗ്രഹങ്ങൾ, ആത്മീയ അനുഗ്രഹങ്ങൾ, ആത്മീയ വളർച്ച സകലതും മോഷ്ടിക്കപ്പെടും. എന്നിട്ട് നമ്മൾ പറയും ആ സഹോദരൻ കാരണം, ആ സഹോദരിയുടെ ബന്ധനം ആ കുടുംബത്തിൻ്റെ ബന്ധനം അല്ല, ആ കുടുംബത്തിൻ്റെ ഈ കുടുംബത്തിൻ്റെ ഒന്നും ബന്ധനമല്ല നമ്മളെ നശിപ്പിച്ചത്. ഇസ്രായേൽ തിന്മ ചെയ്തല്ലാതെ ഇസ്രായേലിനെ ശപിക്കാൻ ആർക്കും സാധിക്കില്ല. യാക്കോബെ, നിനക്ക് ആഭിചാരം ഏൽക്കില്ല, ഇസ്രായേൽ നിനക്ക് ശുദ്ധവിദ്യ ഫലിക്കില്ല. നമ്മുടെ ജീവിതത്തിൻ്റെ സകല നാശത്തിൻ്റെയും കാരണം നമ്മുടെ ജീവിതത്തിൽ നമ്മളിലൂടെ വന്നിട്ടുള്ള തിന്മകളാണ്. ഇല്ലെങ്കിൽ പരീക്ഷിച്ച് നോക്ക്, ഏത് തിന്മയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങളുടെ ജീവിതത്തിൽ തിന്മ സംഭവിക്കാതെ പിശാച് നിങ്ങളുടെ കുടുംബത്തിലേക്ക് കയറി വന്നൊന്നും വരികയില്ല. നീ തിന്മ ചെയ്യുമ്പോൾ കുമ്പിട്ട് കമന്ന് കിടന്ന് പിശാചിനെ ആരാധിക്കുകയാണ്. സാത്താൻ പറയും, നീ പ്രാർത്ഥനയ്ക്ക് പോയിട്ടുണ്ടാകും, ആരാധനയ്ക്ക് പോയിട്ടുണ്ടാകും, നീ 24 മണിക്കൂറും പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, പക്ഷെ നീ ഇന്ന് എന്നെയാണ് ആരാധിച്ചത്. സർപ്പത്തിൽ നിന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുവൻ പ്രഭാഷന്റെ പുസ്തകത്തിൽ 21-ാം അധ്യായത്തിൽ നമുക്ക് കാണാം 2-ാം വാക്യം.
യുദ്ധത്തിൽ തോറ്റുപോയാൽ എങ്ങനെ ഇരിക്കും? അതുപോലെ തന്നെ ഇരിക്കും നമ്മുടെ ജീവിതത്തിൽ തിന്മയിൽ വീണുപോയാൽ. യുദ്ധത്തിൽ തോറ്റുപോയാൽ എന്തൊക്കെ സംഭവിക്കും? യുദ്ധത്തിൽ തോറ്റുപോയാൽ നമ്മൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന ആളുകൾ, ഇത് നമ്മൾ പഴയ നിയമത്തിലെല്ലാം കാണാം, യുദ്ധം ചെയ്തു, ദാവീദ് വിജയിച്ചു, അവിടെയുള്ള ജനങ്ങളെ അവർ അടിമകളായി പിടിച്ചുകൊണ്ടുവരും, അവിടെയുള്ള സമ്പത്ത് അടിച്ചു മാറ്റി കൊണ്ടുവരും, അവിടെയുള്ള യുദ്ധസാമഗ്രികൾ കൊണ്ടുവന്ന് സൂക്ഷിച്ചു വെക്കും. അപ്പം നമ്മളിലും ഇത് തന്നെ സംഭവിക്കുന്നത്. തിന്മ ചെയ്താൽ എന്ത് സംഭവിക്കും? തിന്മ ചെയ്താൽ നമ്മളുടെ കുടുംബത്തിലെ മോഷ്ടിക്കപ്പെടും. മോഷ്ടിക്കാനും കൊല്ലാനും നശിപ്പിക്കാനുമാണ് കള്ളം വരുന്നത്. നമ്മുടെ ആത്മീയ ആയുധങ്ങളെല്ലാം നഷ്ടപ്പെടും, നമ്മുടെ ഭൗതിക കൃപകളെല്ലാം നഷ്ടപ്പെടും, സാമ്പത്തിക അനുഗ്രഹങ്ങളെല്ലാം നഷ്ടപ്പെടും. സകലതും നമ്മൾക്ക് സംഭവിക്കുന്നു. തിന്മയിൽ നിന്ന്, സർപ്പത്തിൽ നിന്ന് പോലെ പാപത്തിൽ നിന്ന് ഓടിയവർ ഇന്ന് അനേകം പേര് പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ വിശുദ്ധിയെക്കുറിച്ച് ആർക്കും അറിഞ്ഞുകൂടാ. വിശുദ്ധി കൂടാതെ ദൈവത്തെ ദർശിക്കുക സാധ്യമല്ല. പരിപൂർണ വിശുദ്ധിയിലേക്ക് വരിക എന്നതിനേക്കാളും പ്രാധാന്യമായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് അവിടെ നിന്ന് ഹായ് അടിക്കുമ്പോഴേക്കും തിരിച്ചടിക്കരുത്, പെട്ടെന്ന് ബ്ലോക്ക് ചെയ്തേക്കുക. അഗ്നിമയന ഉഗ്ര സർപ്പമാണ് നിങ്ങളുടെ വിവാഹ ഉടമ്പടിയെ ലംഘിക്കാൻ വരുന്നതെന്ന് അറിഞ്ഞുകൊള്ളുക. തിന്മ ചെയ്തു പോയിട്ട്, യുദ്ധത്തിൽ തോറ്റുപോയിട്ട് പിന്നെ അനുഗ്രഹിക്കപ്പെടും എന്ന് വിചാരിക്കരുത്. തോൽക്കാതെ സൂക്ഷിക്കുക. ഇനി തോറ്റുപോയെങ്കിലോ വിഷമിക്കരുത്. കർത്താവിൻ്റെ വചനം പറയാണ്, കർത്താവിൽ ആശ്രയിക്കുന്നവൻ വീണ്ടും ചിറകടിച്ചു വരും, വീണ്ടും ചിറകടിച്ചു വരും. കഴുകന്മാരെ പോലെ വീണ്ടും ശക്തി പ്രാപിക്കും, വീണ്ടും കഴുകന്മാരെ പോലെ ചിറകടിച്ചു വരും. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹം ഉണ്ടാകുന്നതിന് വേണ്ടി, നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ കർത്താവ് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന മേഖല, കണ്ണുകളടച്ചൊന്ന് വചനം കേട്ടൊന്ന് പ്രാർത്ഥിക്കാമോ? വചനം കേട്ട് നിങ്ങളൊന്ന് പരിശുദ്ധാത്മാവിനെ വിളിച്ചിട്ട് നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവ് ഈ വചനത്തിലൂടെ എൻ്റെ ജീവിതത്തിലൊന്ന് ഇടപെടണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? സംഭവിക്കും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾക്കിപ്പോൾ ഈ ഞങ്ങളുടെ ഈ സൂം പ്രാർത്ഥനയിലൂടെ, ഞങ്ങൾ നടത്തുന്ന സൂം പ്രാർത്ഥനയുണ്ട്, അതിലൂടെ നടക്കുന്ന രോഗശാന്തികളുടെ ഒരു സാക്ഷ്യം കാണാൻ കേട്ട് നിങ്ങളും വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. വചനത്താൽ സകലതും സംഭവിക്കും, വചനത്താൽ സകലതും ഉണ്ടാക്കപ്പെടും. വചനം ദൈവമാണ്. ഈശോ മിശിഹായ്ക്ക് സ്തുതി. പ്രൈസ് ദി ലോർഡ്. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് സ്വപ്ന. 2021 നവംബർ മാസത്തിലാണ് ഞാൻ ഈ ഗ്രൂപ്പിൽ ആദ്യമായി കയറുന്നത്. അന്ന് എനിക്ക് ക്യാൻസർ ഉണ്ടെന്ന് അറിഞ്ഞത് 2021 അന്ന് അറിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി ഭയവും നിരാശയും പേടിയും ഒക്കെ ആയിരുന്നു. കാരണം എനിക്ക് 3 മക്കളാണ്. അപ്പോൾ ചെറിയ മോള് LKG ആയിട്ടുള്ളൂ. ഈശോയോട് ഇനി എത്ര നാള് ഞാൻ ജീവിക്കുമെന്ന് ഈശോയോട് ചോദിച്ച് ഒത്തിരി വിഷമത്തിലൂടെയും പേടിയിലൂടെയും പോയ നിമിഷങ്ങളായിരുന്നു അത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ഈ ഗ്രൂപ്പിലേക്ക് കയറുന്നത്. ഞാൻ ഈ ഗ്രൂപ്പിൽ കയറുന്നതിന് മുമ്പേ തന്നെ എൻ്റെ പേര് ചൊല്ലി എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച ഗ്രൂപ്പാണിത്. ഞാൻ ഈ ഗ്രൂപ്പിൽ കയറുമ്പോൾ ഒത്തിരി വിഷമത്തിലൂടെയാണ് കയറണമെങ്കിലും ആദ്യമേ തന്നെ എൻ്റെ ഭയം എടുത്തു മാറ്റി. ഈശോ തന്ന ഒരു വലിയൊരു അനുഗ്രഹമാണ്. ഭയവും നിരാശയും എൻ്റെ എടുത്തു മാറ്റിയത് എനിക്ക് ഒത്തിരി അനുഗ്രഹമായിരുന്നു. ഓരോ ദിവസവും ഈ ഗ്രൂപ്പിലൂടെ ഓരോ വിശദീകരണമാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരുന്നത്. ചേച്ചി ഒത്തിരി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒത്തിരി രോഗസൗഖ്യങ്ങളും ഒത്തിരി വിടുതലുകളുമാണ് ഈ ഗ്രൂപ്പിലൂടെ കിട്ടിയത്. അതുമാത്രമല്ല, ഈശോ ആരാണെന്നും ഈശോയുടെ പവർ എന്താണെന്നും തിരിച്ചറിയാനായിട്ട് പറ്റി. നമ്മുടെ സഹനങ്ങളെ അനുഗ്രഹങ്ങളാക്കി മാറ്റാൻ പഠിപ്പിച്ചത് ഈ ഗ്രൂപ്പാണ്. കീമോ ചെയ്യുന്ന സമയത്ത് ഒത്തിരി വേദനകളിലൂടെ പോകുമ്പോഴും ഈശോ എനിക്ക് എൻ്റെ കൂടെ ഉണ്ടായി, എൻ്റെ എല്ലാ കാര്യങ്ങളിലും എൻ്റെ കൂടെ ഉണ്ടായി, എന്നെ സഹായിച്ചതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഇന്ന് വർഷങ്ങൾ 4 വർഷം പിന്നിട്ടു. ഇന്ന് എനിക്കൊരു അസുഖവുമില്ല, ഒരു മരുന്നോ ഒന്നും തന്നെ ഇല്ല. ഈശോ എനിക്ക് ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ ഗ്രൂപ്പിലൂടെ തന്നത്. ഈ ഗ്രൂപ്പിലൂടെയാണ് പേഴ്സണൽ പ്രെയറിനെ കുറിച്ച്, ഉപവാസത്തിൻ്റെ കുറിച്ചും ശക്തമായി നമ്മൾ അറിയുകയും പിന്നീട് വെളുപ്പിന് 4:30 കഴിഞ്ഞിട്ട് പ്രാർത്ഥിക്കാനുള്ള കൃപ തരികയും ചെയ്തു. ഒത്തിരി അനുഗ്രഹങ്ങളാണ് ഈ ഗ്രൂപ്പിലൂടെ. ആത്മീയമായും ഭൗതികമായും നമുക്ക് ഒത്തിരി നേട്ടങ്ങളാണ് ഈ ഗ്രൂപ്പിലൂടെ നമുക്ക് ലഭിച്ചത്. അതുമാത്രമല്ല, എൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒത്തിരി അനുഗ്രഹങ്ങളാണ് ലഭിച്ചത്. എൻ്റെ മക്കൾക്ക് ഒത്തിരി ആത്മീയമായ ഉയർച്ചയ്ക്ക് ഈ ഗ്രൂപ്പ് ഒത്തിരി ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ മക്കളുടെ പഠന മേഖലയെ ഒത്തിരി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾ ഇതിലൂടെ നന്ദി പറഞ്ഞാൽ തീരാത്ത അത്ര കാര്യങ്ങളാണ് ഈ ഗ്രൂപ്പിലൂടെ എനിക്ക് ലഭിച്ചത്.
138 സങ്കീർത്തനത്തിൽ പറയുന്നു, കഷ്ടതകളിലൂടെ കടന്നു പോകുന്നെങ്കിലും അവിടെ നിന്ന് എൻ്റെ ജീവനെ പരിപാലിക്കുന്നു. യേശുവെ നന്ദി. ഇപ്പോഴും 4 വർഷം കഴിഞ്ഞപ്പോഴും ഇപ്പോഴും എൻ്റെ ജീവൻ തുടിക്കുകയാണെങ്കിൽ അത് എൻ്റെ ഈശോ എനിക്ക് തന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹമായിട്ട് ഞാൻ കരുതുന്നു. ഈശോയോട് നന്ദി പറയുന്നു. ഈ ഗ്രൂപ്പിനെ ഓർത്ത് നന്ദി പറയുന്നു. യേശുവെ നന്ദി. യേശുവെ സ്തോത്രം.